ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4 ഇ-ലേണിംഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സെല്ലിനെ കുറിച്ചാണ്. അതുപോലെ സെല്ലിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ പഠിച്ചത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ കുറിച്ചും മൈക്രോസ്കോപ്പിൻ്റെ ഡിഫറെൻറ്റ് പാർട്സുമാണ് അല്ലേ. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അല്ലാതെ മറ്റേതെങ്കിലും മൈക്രോസ്കോപ്പൊക്കെ ഉണ്ടോ? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. The development of cell biology is a result of the growth in field of research of microscopes. സെൽ ബയോളജി എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. സെല്ലിനെ കുറിച്ചുള്ള പഠനമാണ്, അതൊരു ശാസ്ത്രശാഖയാണ്. ഓക്കെ, അപ്പോൾ ഈ സെൽ ബയോളജിയിൽ കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തമാണ്. ഓക്കെ, എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് മാഗ്നിഫൈസ് ആൻ ഒബ്ജക്റ്റ് ഓൺലി 2000 ടൈംസ് ഇറ്റ്സ് സൈസ്. അതായത് ഏതൊരു വസ്തുവിൻ്റെയും സൈസിനെ 2000 ടൈംസ് മടങ്ങായിട്ട് നമുക്ക് വലുതാക്കി കാണിക്കാൻ മാത്രമേ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂട്ടിലൈസസ് ഇലക്ട്രോൺസ് ഇൻസ്റ്റെഡ് ഓഫ് എ ലൈറ്റ് സോഴ്സ്. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമ്മൾ ലൈറ്റ് സോഴ്സ് ഉപയോഗിക്കുമ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണെങ്കിൽ ലൈറ്റ് സോഴ്സിന് പകരം ഇലക്ട്രോൺസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടുള്ള ഗുണം എന്തായിരിക്കും? വിത്ത് ദ എമർജൻസ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് which magnifies objects million times clearly, we got a thorough understanding of microscopic cell organelles. അതായത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ലൈറ്റ് സോഴ്സിന് പകരം ഇലക്ട്രോൺസിനെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് അതിൽ നമ്മൾ നോക്കുന്ന ഒരു വസ്തുവിനെ 10 ലക്ഷം ടൈംസ് വലുതാക്കി കാണിക്കാനുള്ള കഴിവുണ്ട്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 lakhs ആണ്. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് 2000 തവണ വലുതാക്കി കാണിക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് 10 ലക്ഷം തവണ വലുതാക്കി കാണാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ മൈക്രോസ്കോപ്പിക് സെൽ ഓർഗനൽസിൻ്റെ പഠനം വളരെ എളുപ്പത്തിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൊണ്ട് സാധ്യമായി. ഓക്കെ, അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ലൈറ്റ് സോഴ്സിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോൺസ് ആണ്. എന്താണ് ഈ ഇലക്ട്രോൺസ്? ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. ലൈറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം ഇലക്ട്രോൺ ആണ് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ സെൽ എന്താണെന്ന് പഠിച്ചിരുന്നു. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സെല്ലിൻ്റെ കേന്ദ്രഭാഗമാണെന്ന്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിയസ് ദ റെഗുലേറ്ററി സെൻറ്റർ ഓഫ് ദ സെൽ എന്ന ടോപ്പിക്കാണ്. അതായത് ഇവിടെ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ ന്യൂക്ലിയസ് ഈസ് കൺസിഡേർഡ് ആസ് ദ റെഗുലേറ്ററി സെൻറ്റർ ഓഫ് ദ സെൽ. സെല്ലിൻ്റെ റെഗുലേറ്ററി സെൻറ്റർ എന്ന് ന്യൂക്ലിയസിനെ വിശേഷിപ്പിക്കാനായിട്ടുള്ള കാരണം എന്താണെന്നാണ്. അതായത് സെല്ലിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയസ് ആണെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത് എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. The various proteins produced in the cell play a major role in regulating various activities in the cell. സെല്ലിൻ്റെ ഉള്ളിലെ പല ആക്ടിവിറ്റീസിനെയും നിയന്ത്രിക്കുന്നത് സെല്ലിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പല പ്രോട്ടീൻസ് ആണ്. ഓക്കെ, the synthesis of proteins is under the control of genes in the chromatin reticulum in the nucleus. അതായത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്ന ഒരു സംഭവമുണ്ട്. ഓക്കെ, ചെറിയ നാര് പോലെ കാണുന്ന ഒരു സാധനമാണ് ഈ ക്രോമാറ്റിൻ റെറ്റിക്കുലം. ഓക്കെ, ഈ ക്രോമാറ്റിൻ റെറ്റിക്കുലത്തിലുള്ള ജീൻസ് ആണ് പ്രോട്ടീൻ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഹെൻസ് ന്യൂക്ലിയസ് ഈസ് കൺസിഡേർഡ് ആസ് റെഗുലേറ്ററി സെൻറ്റർ ഓഫ് ദ സെൽ. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ക്രോമാറ്റിൻ റെറ്റിക്കുലം. ക്രോമാറ്റിൻ റെറ്റിക്കുലത്തിലാണ് ജീൻസ് ഉള്ളത്. ഈ ജീൻസ് ആണ് പ്രോട്ടീൻ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? പ്രോട്ടീൻസ് ആണ് സെല്ലിലെ ആക്ടിവിറ്റീസിനെല്ലാം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് സെല്ലിൻ്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസിനെ റെഗുലേറ്ററി സെൻറ്റർ ഓഫ് ദ സെൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഒരു സെല്ലിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഈ ന്യൂക്ലിയസ് ഒരു ചെറിയ കാര്യമല്ല അല്ലേ? ന്യൂക്ലിയസിന് കുറച്ച് ഫങ്ഷൻസും അതുപോലെ തന്നെ കുറച്ച് ഭാഗങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ന്യൂക്ലിയസിൻ്റെ പാർട്സും ആ പാർട്സിൻ്റെ ഒക്കെ ഫങ്ഷൻസും എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ പുറമേ കാണപ്പെടുന്ന ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ഓക്കെ, ഇനി അടുത്തത് ന്യൂക്ലിയർ പോർ എന്താണെന്ന് നോക്കാം. ന്യൂക്ലിയർ പോർസ് ആർ പോർസ് ഇൻ ദ ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ പോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വാരമാണ് എന്ത്? ഈ ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത്. ദേ ഹെൽപ്പ് ഇൻ ദ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽ ടു ആൻഡ് ഫ്രം ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ നിന്നും സെല്ലിലേക്കും സെല്ലിൽ നിന്നും ന്യൂക്ലിയസിലേക്കും മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ഈ പോർസ് മെംബ്രെയിനിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കാണപ്പെടുന്ന പോർസ് ആണ് ന്യൂക്ലിയർ പോർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ന്യൂക്ലിയോപ്ലാസം എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ഫ്ലൂയിഡ് പാർട്ടാണ് ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയോലസ് ആൻഡ് ക്രോമാറ്റിൻ റെറ്റിക്കുലം ആർ സീൻ ഹിയർ. ഈ ന്യൂക്ലിയോപ്ലാസത്തിലാണ് ന്യൂക്ലിയോലസും അതുപോലെ തന്നെ ക്രോമാറ്റിൻ റെറ്റിക്കുലവും കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയോപ്ലാസം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ന്യൂക്ലിയോലസ് എന്താണെന്ന് നോക്കാം. ദേ ആർ സ്ഫെറിക്കൽ ബോഡീസ് ദാറ്റ് പ്ലേ എ മേജർ റോൾ ഇൻ ദ സിന്തസിസ് ഓഫ് റൈബോസോംസ്. ഈ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ബോഡീസ് ആണ്, ബോൾ പോലെയാണ് ഇരിക്കുന്നത്. They play a major role in the synthesis of ribosomes. Okay, റൈബോസോംസിനെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പങ്കുവഹിക്കുന്നത് ഈ ന്യൂക്ലിയോലസ് ആണ്. ഓക്കെ, ഇനി ക്രോമാറ്റിൻ റെറ്റിക്കുലം ആണ് അടുത്തത്. അപ്പോൾ എന്താണ് ക്രോമാറ്റിൻ റെറ്റിക്കുലം? ദേ ആർ സീൻ ആസ് എ നെറ്റ്വർക്ക് ഇൻ ദ ന്യൂക്ലിയോപ്ലാസം. ദേ ക്യാരി ജീൻസ്. അതായത് ന്യൂക്ലിയോപ്ലാസത്തിൽ കാണപ്പെടുന്നതാണ് ന്യൂക്ലിയോലസും ക്രോമാറ്റിൻ റെറ്റിക്കുലവും. ഈ ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ആയിട്ടാണ് ഉള്ളത്. അതായത് ഇങ്ങനെ ലിങ്ക് ചെയ്ത് കിടക്കും, ചങ്ങല പോലെ ചെറിയ ചെറിയ നാരുകളായിട്ടാണ് അത് കാണപ്പെടുന്നത്. ഈ ക്രോമാറ്റിൻ റെറ്റിക്കുലത്തിലാണ് ജീൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ന്യൂക്ലിയസിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയർ പോർ ഉണ്ട്, ന്യൂക്ലിയോലസ്, ന്യൂക്ലിയോപ്ലാസം ആൻഡ് ക്രോമാറ്റിൻ റെറ്റിക്കുലം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് സെല്ലിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ആണെന്നും അതുപോലെ തന്നെ ന്യൂക്ലിയസ് ഇസ് ദ റെഗുലേറ്ററി സെന്റർ ഓഫ് ദ സെൽ എന്നും നമ്മൾ പഠിച്ചു അല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാ സെല്ലിലും ന്യൂക്ലിയസ് ഉണ്ടായിരിക്കുമോ? ന്യൂക്ലിയസ് ഇല്ലാത്ത സെൽസ് ഉണ്ടോ? നമുക്ക് നോക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. ഇൻ ദ സെൽസ് ഓഫ് ബാക്ടീരിയ, സയാനോബാക്ടീരിയ ആൻഡ് മൈക്കോപ്ലാസ്മ നോ ന്യൂക്ലിയസ് ഇസ് സീൻ. അതായത് ബാക്ടീരിയ, സയാനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ എന്നീ 3 ഓർഗാനിസത്തിനും എന്തില്ല? സെല്ലില് ന്യൂക്ലിയസ് ഇല്ല. ദീസ് ഓർഗാനിസംസ് ആർ കോൾഡ് പ്രോകാരിയോട്സ്. അതായത് സെല്ലിൽ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസത്തിനെ എന്ത് പറയും? പ്രോകാരിയോട്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് ഇൻ ദ സെൽസ് ഓഫ് അമീബ, animals and plants a well defined nucleus covered by membrane is seen. എന്നാൽ അമീബ, ആനിമൽസ്, പ്ലാന്റ്സ് എന്നിവയുടെ സെൽസിൽ എന്തുണ്ട്? ന്യൂക്ലിയസും ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിനും കാണാം. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെ എന്ത് പറയും? യൂകാരിയോട്സ് എന്ന് പറയും. അപ്പോൾ ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുള്ള ഓർഗാനിസംസ് ആണ് പ്രോകാരിയോട്സ്. ന്യൂക്ലിയസും ന്യൂക്ലിയസിന് ചുറ്റും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള മെംബ്രെയിനും കാണപ്പെടുന്ന സെൽസ് ഉള്ള ആനിമൽസിനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഓർഗാനിസത്തിനെയാണ് എന്ത് പറയുന്നത്? യൂകാരിയോട്സ് എന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്താണ് പ്രോകാരിയോട്സ്, എന്താണ് യൂകാരിയോട്സ് എന്നുള്ളത് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ ന്യൂക്ലിയസ് എന്തുകൊണ്ടാണ് സെല്ലിൻ്റെ സെൻറ്റർ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ റെഗുലേറ്ററി സെൻറ്റർ ഓഫ് ദ സെൽ എന്ന് അറിയപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു. ന്യൂക്ലിയസിൻ്റെ ഡിഫറെൻറ്റ് പാർട്സും അതുപോലെ തന്നെ ഓരോ പാർട്സിൻ്റെയും ഫങ്ഷൻസ് എന്താണെന്നും പഠിച്ചു. ഇത് കൂടാതെ പ്രോകാരിയോട്സും യൂകാരിയോട്സും എന്താണെന്നും പഠിച്ചു. ഓക്കെ, ഇനി ബാക്കിയുള്ള ഭാഗം അടുത്തൊരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കുമായി കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.